നമുക്കൊപ്പം WCC അംഗം ശ്രീമതി ദീദി ദാമോദരൻ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദീദി ദാമോദരൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വിവിധ മാധ്യമങ്ങളിൽ വന്ന ഭരണസമിതിയിലെ ചില ഭാരവാഹികൾക്ക് നേരെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് AMMയുടെ വാർത്താക്കുറിപ്പ്. കണ്ടു കാണുമല്ലോ. ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഇപ്പോഴാണ് ഉണർന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ? അതെ, അത് ആ സംഘടനയുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ എടുക്കുക. അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ നമ്മളാരും ആളല്ല. പക്ഷേ അവര് സംഘടനയാണെങ്കിലും അല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാൻ അവരെല്ലാവരും ഉത്സാഹിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്ര വരെ എത്തിയിട്ട് ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് എന്തെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഈ 4 വർഷവും 7 മാസവും കാത്തിരുന്നിട്ട് വീണ്ടും ആ കാത്തിരിപ്പ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമാണ്. പക്ഷേ അത് സംഘടനയായിട്ട് തന്നെ അവർ ചെയ്യണമെന്നില്ലല്ലോ, വ്യക്തികളാണല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെ അവർ ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുമെന്നും ഇത് എങ്ങനെയൊക്കെയാണ് റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അത് അവർ ചെയ്യുമെന്നും ആണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റേത് അവരുടെ സംഘടനാപരമായ കാര്യങ്ങളെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് അവർക്ക് തീരുമാനിക്കാം. ശ്രീമതി ദീദി ദാമോദരൻ, ഞാൻ ആ രാജിയെക്കുറിച്ച് പറയാൻ കാരണം അവരിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതികരണം അത് നമ്മൾ കാണാതെ പോകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചൊഴിയുന്നു. ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജിനെതിരെ, അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വേളയിലാണ് ആരോപണം ഉയരുന്നത്. അപ്പോൾ ആരോപണം ഉയർന്ന ആളുകൾക്ക് പകരം മുഴുവൻ ആളുകളും മാറി നിൽക്കുകയാണ്. അതായത് AMM എന്ന താരസംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് പോലും ഇനി ഒരു മറുപടിയും കൊടുക്കേണ്ടി വരില്ല. ആ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി മാറിയിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് ഇലക്ഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയ ആളുകൾ വരുന്നു. അതുവരെ അതിനിടയിൽ കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന്മേലുള്ള ഡിവിഷൻ ബെഞ്ചിലെ വിധി വരാൻ പോകുന്നുണ്ട്. അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആരും ആ താരസംഘടനയുടെ ഭരണസമിതിയിൽ ഇല്ല. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് നിയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടിയാണെന്ന് അവർ കൃത്യമായി ഇതിൽ പറയുന്നുമുണ്ട്. ഇത് പൂർണ്ണമായും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്ന ഒരു വിലയിരുത്തൽ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഹേമ കമ്മിറ്റിയിലെ ഫൈൻഡിങ്സ്, അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എടുക്കേണ്ട ഒരു താരസംഘടനയാണ് അതിന്റെ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ ശ്രീമതി ദീദി ദാമോദരൻ? ഞാനതിൽ കമന്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു പൗര എന്ന നിലയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടേണ്ടത് ഇതിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴും സർക്കാർ പുറത്തുവിട്ടതല്ല. നമുക്കറിയാം എന്തൊക്കെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇനിയും അത് സ്റ്റാഗ്നന്റ് ആക്കി തന്നെ തുടരുമോ? അതിൽ പല സംഘടനകളും അവരുടെ ആഭ്യന്തരമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഉണ്ടാവും. അത് ഇതിനെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ ഇച്ഛാശക്തി വേണ്ടത് സർക്കാരിനാണ്. എനിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് സർക്കാരിനെ പറ്റി മാത്രമേ കമന്റ് ചെയ്യേണ്ടതുള്ളൂ. പലതരം സംഘടനകളുണ്ട്, അവർക്ക് അവരുടെ ഉത്തരവാദിത്വം ഏത് വിധത്തിലും അവർക്ക് നിറവേറ്റാം. അവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം ഓർമ്മിക്കുകയും ചെയ്യും. ഓരോ സന്ദർഭങ്ങളിലും ഓരോരുത്തരും വ്യക്തികളായിട്ടും സംഘടനയായിട്ടും ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ് എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് WCC പരാതിയുമായിട്ട് AMMയുടെ അടുത്തല്ല പോയത്, അത് സർക്കാരിൻ്റെ അടുത്താണ് പോയത്. സർക്കാർ ഇതിൽ എന്താണ് നിലപാട് എന്ന് മാത്രമേ ഒരു WCC അംഗമെന്ന നിലയ്ക്കും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു പൗര എന്ന നിലയ്ക്കും എൻ്റെ കൺസേൺ അത് മാത്രമാണ്. ശ്രീമതി ദീദി ദാമോദരൻ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ SIT രൂപീകരിച്ചു, പ്രത്യേക അന്വേഷണ സംഘം. 7 പേരുണ്ട്. അവരുടെ മുന്നിലേക്ക് ബംഗാളി നടിയുടെ പരാതി പോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു നടി, അവർ 7 പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്, അതും പോയിട്ടുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിന്മേൽ അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വിടാത്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു റെക്കമെൻഡേഷനേ ഇല്ല. ഈ കമ്മിറ്റി നിർദ്ദേശങ്ങൾ മുന്നിലുണ്ട്. അതിൽ സെക്ഷൽ അലിഗേഷൻസും സെക്ഷൽ ഫേവേഴ്സിനായുള്ള ഡിമാൻഡിങ്ങും ഉണ്ടായിട്ടുണ്ട് എന്നത് പുറത്തു വന്ന 233 പേജിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. അതിൽ കോടതി പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതെ, കോടതി പറയാനുള്ളത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതാണ്. അതിലെ ഈ പ്രൈവസി മാറ്റേഴ്സുമായിട്ട് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും അതിന് മറ്റ് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയായിരുന്നു. എന്തിനാണ് ഈ മുഴുവൻ മറ്റ് തീരുമാനങ്ങൾക്ക് കോടതി വിധി കാത്തിരിക്കേണ്ട കാര്യമില്ല. ബാക്കി ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ കൃത്യമായിട്ട്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി അല്ലേ, ഇതിൽ കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഈ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അവരെ എത്രയാണ് അവരുടെ വേതനം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല.
അത് വളരെ മീഗറായിട്ടുള്ള ഒരു എമൗണ്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി അവർക്ക് ഈ സർക്കാർ നിലവിൽ നിൽക്കുമ്പം ശമ്പളം അവർക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് വേണം എന്നത് അവരുടെ പ്രൈം കൺസേൺ ആയിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരികയും അതിൻ്റെ പേരിൽ ആണയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ടും വളരെ ഗൗരവത്തോടു കൂടിയും റിപ്പോർട്ടിനകത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേതനത്തെ പറ്റി പറയുന്നുണ്ട്. അവർ ഏത് വിധത്തിലാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 4.5 വർഷം അതിനെപ്പറ്റി ഒന്നും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ആ കാര്യത്തിന് എന്തിനാണ് കോടതി വിധി കാത്തു നിൽക്കുന്നത്? മറ്റേത് വേറെ തന്നെ ഒരു ഇഷ്യൂ ആണല്ലോ. അത് അതിൻ്റെതായ ടേൺ എടുക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് അതിന് നടക്കാം. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് ഇനിയെങ്കിലും സർക്കാരിൻ്റെ തീരുമാനം? അത് മാത്രമേ ഞാൻ ഉറ്റുനോക്കുന്നുള്ളൂ. ബാക്കിയുള്ള സംഘടനകൾ വരികയോ പോവോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്.